ഭാഗങ്ങളിലേക്കാണ്. അവിടെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവ. ഇപ്പം കടുവ എന്താണെങ്കിലും പുറത്തെത്തിച്ചിട്ടുണ്ട്. പുറത്തെത്തിച്ച കടുവയുമായി ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. മുഹമ്മദ് ഷഹീദിലേക്ക് പോവുകയാണ്. ഷഹീദ്, കടുവയെ അങ്ങനെ ഒടുവിൽ പുറത്തെത്തിച്ചിരിക്കുന്നു. ഈ കടുവ ക്ഷീണിതനാണോ? എങ്ങോട്ടേക്കാണ് ഈ കടുവയെ ആദ്യം മാറ്റുന്നത്? സേതുലക്ഷ്മി, ഇപ്പോൾ കടുവയെ പുറത്തെത്തിച്ചിരിക്കുന്നു. മയക്കുപിടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ക്ഷീണമാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. കടുവ ആ രീതിയിൽ ക്ഷീണിച്ചിരിക്കുകയാണ്, മയങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. ഇപ്പോൾ വനം വകുപ്പ് സജ്ജമാക്കിയ പ്രത്യേക കൂട്ടിലേക്ക് ഇപ്പോൾ അതിനെ മാറ്റിയിട്ടുണ്ട്. ഇതിന് സുരക്ഷിതമായി ഇതിനെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഈ വനംവകുപ്പിൻ്റെ വലിയ വെല്ലുവിളി. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. അതിനു മുമ്പ് മയക്കുടി വെക്കുന്നതിന് മുമ്പ് അതിനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ വലയിൽ അതിനെ ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് മയക്കുടി വെച്ചത്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത് കൊണ്ടുപോവുകയാണ്. ഷഹീദ്, ആദ്യം ഈ കടുവയെ മയക്കുവെടി വയ്ക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ നിലനിന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു മയക്കുവെടി വയ്ക്കുക, അതിലേക്ക് തുനിഞ്ഞത് എങ്ങനെയാണ്? കടുവ പെട്ടെന്ന് ഒരു അക്രമ സ്വഭാവം കാട്ടിയോ? തീർച്ചയായും ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ഇതിനെ കടുവയെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ സുരക്ഷിതമായി പുറത്തെടുക്കുക, അതായത് മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് സുരക്ഷിതമായി ഇതിനെ പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതായത് കിണറ്റിൽ നിന്നും ആദ്യം ഇവർ വനംവകുപ്പ് ചെയ്തത് കിണറ്റിനടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ മയക്കുവെടി വെച്ച് വെള്ളത്തിൽ വീണ് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ താഴെ മരപ്പലക വെച്ച് പ്ലാറ്റ്ഫോം ഒരുക്കി. അതിനുശേഷം അതിനെ വലയിൽ ഭദ്രമായി അതിനെ വലയിൽ കുരുക്കി, അതായത് ആ തരത്തിൽ അത് ചാടുന്ന സാഹചര്യം ഒഴിവാക്കി. അതിനുശേഷമാണ് മയക്കുവെടി വെച്ചത്. അതായത് വലയിലാക്കിയെങ്കിൽ കൂടി അത് അക്രമാസക്തമാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വെറ്റിനറി ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അതായത് മയക്കുവെടി വെക്കാനുള്ള ആരോഗ്യാവസ്ഥ കടുവയ്ക്കുണ്ട് എന്നുകൂടി വിലയിരുത്തിയ ശേഷമാണ് അത്തരമൊരു നടപടിയിലേക്ക് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് മയക്കുവെടി വെച്ചു. ഒരു 15 മിനിറ്റ് എടുത്തു, അത് മയങ്ങാനുള്ള സമയമെടുത്തു. അതിനുശേഷമാണ് കിണറ്റിൽ നിന്നും പുറത്തേക്കെടുത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വനംവകുപ്പ് സജ്ജീകരിച്ച കൂട്ടിൽ ഇപ്പോൾ കടുവയെ കയറ്റിയിരിക്കുന്നത്. ഇനി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വയനാട്ടിൽ മൂന്നാനക്കുഴിയിലെ കിണറ്റിൽ വീണ കടുവയെ സുരക്ഷിതമായി പുറത്തെത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജോലി കേട്ടെ, ചേട്ടന്റെ ജോലിയെ സമ്മതിക്കും. മയക്കുവെടി വെച്ച ശേഷമാണ് കടുവയെ പുറത്തെത്തിച്ചത്. ഇനി മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കടുവയെ കൊണ്ടുപോവുക. ചേട്ടാ ഒന്ന് കണ്ണു പൊക്കാൻ വേണ്ടി